ഇമാർ വാലിയിൽ ഫേസ് 2-നകത്ത് ലാസ്റ്റ് ക്ലസ്റ്റർ ലോഞ്ച് ആയിട്ടുണ്ട്. ദുബായ് തന്നെ നമ്മളിപ്പോൾ നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ടൗൺ ഹൗസ് നോക്കുന്നുണ്ടെങ്കിൽ, അതും സ്പെഷ്യലി ഇമാറിന്ന് വാലിക്കകത്ത് ഫേസ് 2-ലെ ലാസ്റ്റ് ക്ലസ്റ്ററാണ് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുള്ളത്. 3-4 ബെഡ്റൂം ടൗൺ ഹൗസസ് ഉള്ളത് വരുന്നുണ്ട് നമുക്ക്. അവിടുത്തെ വാലിയുടെ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ അല്ലൈൻ റോഡിലാണ് ലൊക്കേഷൻ വരുന്നത്. അല്ലെങ്കിൽ ഔട്ട്ലെറ്റ് മാൾ കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് ലൊക്കേഷൻ വരുന്നത്. ഇതാണ് ഒരു വാലിയുടെ മാസ്റ്റർ പ്ലാൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലൊക്കേഷനാണ് വരുന്നത്. അപ്പം നമ്മൾ ഡൗൺ ടൗൺ എന്നൊക്കെ നോക്കുകയാണെങ്കിൽ നേരെ അലൈൻ റോഡിൽ വരികയാണെങ്കിൽ ഒരു 25-30 മിനിറ്റ്സ് നമുക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും. കാരണം നമ്മുടെ ഈ അലൈൻ റോഡ് കയറുന്ന ഒരു ഒറ്റ സിഗ്നലില്ല, 6 ലൈൻ റോഡാണ്. ഡയറക്റ്റ് എൻട്രി എക്സിറ്റ് ഉണ്ട്. ഇതാണ് വാലിയുടെ ആക്ച്വലി ഒരു മാസ്റ്റർ പ്ലാൻ. ഇതിനകത്ത് ഇതായിരുന്നു ഫേസ് 1. ഇതാണ് ഇപ്പോൾ നമ്മുടെ അലൈൻ റോഡ്. ഇതിനകത്തായിരുന്നു ഫേസ് 1 വന്നിരുന്നത്. ഫുള്ളി കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ടാണ്. ഇതായത് ഫേസ് 2. ഇതാണ് ഫാം ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു കുറച്ചുകൂടെ വലിയ വില്ലകളായിരുന്നു. ഇതിനകത്ത് ഫേസ് 2-നകത്ത് ഈ ഒരു ഏരിയയാണ് ഇപ്പം ലാസ്റ്റ് ഫേസ് ഇരിക്കുന്നത്, ലോഞ്ച് ആയിട്ടുള്ളത്. അപ്പം അതിനകത്ത് 3-4 ബെഡ്റൂം ഉണ്ട്. ഏകദേശം സ്റ്റാർട്ടിങ് 3 ബെഡ്റൂമിന് 3.17, അതുപോലെ 4 ബെഡ്റൂമിന് 4.3. 3 ബെഡ്റൂം തന്നെ 2450 സ്ക്വയർ ഫുട്ട് സൈസ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഡീസൻറ്റ് സൈസ് ഉള്ളൊരു എന്താ പറയുക ടൗൺ ഹൗസ് ആണ്. ഇപ്പം നിങ്ങൾ അങ്ങനെ ഒരു സംഭവം നോക്കുന്നത് ബെസ്റ്റ് ഓപ്ഷനാണ്. ഇത് ഏകദേശം ഈ ഒരു മോക്കപ്പ് ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. ഞാനതിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ കാണിക്കാം. ഇതാണ് ഏകദേശം ഇങ്ങനെയാണ് നമ്മളൊക്കെ എൻ്റെ ഒരു ഇത് വരുന്നത്. മോക്കപ്പ് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. നിങ്ങളിപ്പം ഒരു ടൗൺ ഹൗസ് ഒക്കെ നോക്കുന്നതിന് ബെസ്റ്റാണ്. ഇപ്പം മാർക്കറ്റിൽ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് മോക്കപ്പ് മീൻസ് ടൗൺ ഹൗസിൽ ഒത്തിരി ഡിമാൻഡ് മാർക്കറ്റിലുള്ള സമയമാണ്. മീൻസ് നമ്മൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതും അത്യാവശ്യം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത ബെനിഫിറ്റ് ഉള്ളതായിട്ടുള്ളൊരു ടൗൺ ഹൗസ് ഒക്കെ ബെസ്റ്റ് ഓപ്ഷനാണ് ഈ വാലിയുടെ ടൗൺ ഹൗസ്. നമുക്ക് ഇവിടുത്തെ പിന്നെ വാലിയുടെ ഒരു ഫീച്ചേഴ്സ് ഇത് പറയുകയാണെങ്കിൽ അത്രയ്ക്ക് അമ്യൂണിറ്റീസ് ആണ്. അവർ ഇപ്പം ഇവൻ ഫേസ് 2-ൽ സെപ്പറേറ്റ് അമ്യൂണിറ്റീസ് ഉണ്ട്, ഓപ്പൺസ് കമ്പൈൻഡ് അമ്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം ഞാൻ സെപ്പറേറ്റിനെ കാണിക്കാൻ വാലിയിട്ടുണ്ട്. അപ്പോൾ രണ്ടിനകത്തും നമുക്കൊരു സ്പോർട്സ് വില്ലേജ് വരുന്നുണ്ട്. പിന്നീട് നമുക്കൊരു വലിയ ഗോൾഡൻ ബീച്ച് വരുന്നുണ്ട്. ഗോൾഡൻ ബീച്ചിൻ്റെ സൈസ് ഏകദേശം 33,000 സ്ക്വയർ മീറ്റർ ഗോൾഡൻ ബീച്ച് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് സ്പോർട്സ് വില്ലേജ് 20,000 സ്ക്വയർ മീറ്ററിൽ വരുന്നുണ്ട്. കിഡ്സ് പ്ലേ ഏരിയ 10,000 സ്ക്വയർ മീറ്ററിലാണ് ടൈം പറയുന്നത്. അതുപോലെ സെന്ന് യോഗ ഏരിയ ഒക്കെ ആയിട്ട് 33,000 സ്ക്വയർ മീറ്റർ. പിന്നെ നമുക്ക് വലിയൊരു കമ്മ്യൂണിറ്റി സെൻറ്റർ, പിന്നെ കൂടാതെ നമുക്ക് 2 ഹോസ്പിറ്റൽ കാര്യങ്ങൾ വരുന്നുണ്ട് അതിനകത്ത്. ഇപ്പം നിങ്ങൾക്ക് നോക്കാൻ ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു ഏരിയ ഉണ്ടോ, അവിടെ 2 ഹോസ്പിറ്റൽ 2 സ്കൂളുകൾ, ഒരു ഹോസ്പിറ്റൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ടൗൺ ഹൗസ് നോക്കുന്നതിന് എത്രയും പെട്ടെന്ന് EOI കൊടുത്തുള്ളൂ. ആകെ 500 യൂണിറ്റ് വരുന്നുള്ളൂ. നമ്മൾ പ്രൈസ് പെർ സ്ക്വയർ ഫുട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം 1,275 ദിറംസ് പെർ സ്ക്വയർ ഫുട്ടൊക്കെയാണ് ഇപ്പം ബെസ്റ്റ് ഓപ്ഷനാണ്. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ട്രാൻസാക്ഷൻ കാണിച്ചത് നിങ്ങൾ നേരത്തെ പ്രോഫിറ്റ് എടുത്ത്. ഇതാണ് നീ കാണാൻ പറ്റും ഉണ്ടോ, ഈഡനിലൊക്കെ ലോഞ്ചിൽ ഓരോരുത്തർ റീസെയിൽ എടുത്ത പ്രോഫിറ്റ്. ഇത്രയൊന്നും നമുക്കിപ്പം വന്നില്ലെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അതിൻ്റെ പുറമെ എൻഡ് യൂസർ ആണെങ്കിൽ ബെസ്റ്റ് യൂണിറ്റ്, നല്ല ഡീസൻറ്റ് സൈസുള്ള നല്ല ലൊക്കേഷൻ, ഈ മാർക്കിൻ്റെ ഒരു കമ്മ്യൂണിറ്റി വരുന്ന യൂണിറ്റാണ്. അപ്പോൾ നിങ്ങൾ നോക്കുന്നതിൻ്റെ ബെസ്റ്റാണ്. എത്രയും പെട്ടെന്ന് EOI സബ്മിറ്റ് ചെയ്തോളൂ.